നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10 വർഷം മുമ്പ് മലബാറിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടുക എന്നൊരു പാട്ട് കേട്ട് വൈറലായത് ഓർമ്മയുണ്ടോ? അങ്ങനെയെങ്കിൽ നല്ല പോളി വൈബുള്ള അമ്മമാരെ കാണണമെങ്കിൽ ഇങ്ങ് കൊച്ചിക്ക് പോരെ. തട്ടയിൽ കയറിയാൽ ഒരു രക്ഷയില്ലാത്ത എനർജിയുള്ള അമ്മമാർ. പ്രായം ഇവരുടെ യുവത്വത്തിൽ ഒരു ചുളിവ് പോലും വീഴ്ത്തിയിട്ടില്ല. 60കളിലെയും 70കളിലെയും വസന്തങ്ങളുടെ വൈബ്. യുവത്വമേ, വാ വന്ന് കണ്ടു നോക്ക്. കൊച്ചിയിലെ അമ്മമാരെല്ലാം പൊളിയാണ്. വേദിയിൽ കയറിയാൽ പിന്നെ പ്രായം അവർക്ക് വെറും നമ്പർ മാത്രം. യുവത്വത്തെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് പുതിയ കാലത്തെ അത്ഭുതപ്പെടുത്തുകയാണ് കൊച്ചിയുടെ വാർദ്ധക്യം. തല നരയ്ക്കുവതല്ലൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലൻ്റെ യുവത്വവും. യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന പലരാലും ചൊല്ലിക്കേട്ട വരികളാണ് TS തിരുമമ്മിൻ്റെ ഈ വരികൾ. മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന പ്രായത്തിൽ എപ്പോഴെങ്കിലും പിന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണെങ്കിലും ഉറച്ച മനസ്സും ചിന്തകളും പ്രായത്തിനെ പോലും പിന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയുന്ന ശക്തിയാക്കി മാറ്റാം. പ്രായം വെറുമൊരു അക്കം മാത്രമെന്ന് തെളിയിക്കുകയാണ് കൊച്ചിയിലെ വയോജനക്കൂട്ടം. കളമശ്ശേരിയിൽ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച വയോജനോത്സവത്തിൽ പ്രായം മറന്നവർ ആടി, പാട്ടുകൾ പാടി, സ്കിറ്റുകൾ അവതരിപ്പിച്ചു. പുതിയ കലാരൂപങ്ങൾ തങ്ങളുടെ ആശയത്തിൽ രൂപപ്പെടുത്തി വേദിയിൽ തന്മയറ്റത്തോടുകൂടി അവതരിപ്പിച്ചു. വയസ്സായവരുടെ ഹെൽത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാം. പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് കഴിയുമ്പോഴേക്കും ഒരു 1/5 വയോജനങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ നോക്കുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ആരും ഇവിടെ ടേക്ക് കെയർ ഉണ്ടാവില്ല, കാരണം കുട്ടികളൊക്കെ പുറത്ത് പോവുകയാണ്. പിന്നെ ജോലിയും എല്ലാവർക്കും ഇപ്പം മറ്റ് രാജ്യങ്ങളിലും ഒക്കെയാണ് ജോലിയും കിട്ടുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഒരു സന്തോഷത്തിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ഗ്രേസ്ഫുൾ ഏജിങ്, വയസ്സാവുന്നത് ഒരു മാറാവ്യാധിയല്ല. ഡാൻസ് കളിക്കുവാൻ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വേദിയിൽ കയറിയാൽ പാട്ട് ആരംഭിക്കുന്നതോടെ അവർ ഊർജ്ജമേറ്റെടുത്തു മറ്റൊരാളായി മാറും. അപ്പോൾ അവർക്ക് പലപ്പോഴും പ്രായം ബാല്യത്തെയും കൗമാരത്തെയും അനുസ്മരിപ്പിക്കുന്നതാവും. സർക്കര കോടി സമത്തര മഞ്ജു മങ്ങുജന്നു പ്രകടന്നകാരം, സർക്കര കോടി സമത്തര മഞ്ജു മങ്ങുജന്നു പ്രകടന്നകാരം. ഇരുളില്ലല്ലോ വെളിവുമില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ, ഇരുളില്ലല്ലോ വെളിവുമില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ. അമ്മമാരാണ് പ്രായത്തെ തോൽപ്പിച്ച് വേദികൾ കീഴടക്കുന്നവരിൽ അധികവും. പലരും 60-70 വയസ്സ് കഴിഞ്ഞവർ. പക്ഷേ അവരുടെ ചൂടുകൾക്കാകട്ടെ 18ന്റെ പ്രസരിപ്പും. കിച്ചൺ ഡാൻസ് അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ സാമഗ്രികളൊക്കെ കൊണ്ട് ഒരു തമാശയിലൊരു ഡാൻസ് ഒരു ഞാൻ തന്നെ ഈ യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിപ്പിച്ച് യൂട്യൂബൊക്കെ നോക്കാണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഞങ്ങൾ പഠിച്ചത്. പ്രാക്ടീസ് 3-4 ദിവസം ഉണ്ടായി, 3-4 ദിവസം ഉണ്ടായി, അത്രേ ഉള്ളൂ.
പ്രായാധിക്യം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞ മുഖങ്ങളിൽ പുതിയ കാലത്തിന്റെ മേക്കപ്പ് പടർന്നതോടെ പലരും ചെറുപ്പകാലത്തേക്ക് മടങ്ങുകയായിരുന്നു. അവർക്ക് ചായം പുരട്ടുന്നതാകട്ടെ കൊച്ചുമക്കളും. പലരെയും വേദിയിലേക്ക് കൈ പിടിച്ചു നടത്തുന്നതും മക്കളും കൊച്ചുമക്കളും ചേർന്ന്. മാർഗം കളി, സിനിമാറ്റിക് ഡാൻസ്, കിച്ചൺ ഡാൻസ്, ഫ്ലാഷ് മോബ്, വിവിധ നൃത്തരൂപങ്ങൾ, പാട്ടുകൾ, വേദിയെ ഇളക്കിമറിക്കുന്ന പ്രകടനങ്ങൾ നിരവധിയാണ്. പ്രായം വെറുമൊരു സംഖ്യ മാത്രമെന്ന് തെളിയിക്കുന്ന അവിസ്മരണീയ പ്രകടനങ്ങൾ. പനിനീരിൻ്റെ പൂങ്കരളിൽ മാറത്ത് പൂവിരട്ടാണ്. പതിനേഴിൻ്റെ പൂങ്കിരളിൽ എന്ന് പാടുമ്പോൾ അവർ കൗമാരത്തിൻ്റെ ഇന്നലകളെ സ്വപ്നം കാണുകയായിരുന്നു. അപ്പോൾ വേദിയിൽ പ്രണയത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ പൂവണിയുന്നു. പലരും ആദ്യമായി വേദിയിൽ കയറുന്നവർ. പക്ഷേ യാതൊരു സങ്കോചവുമില്ലാതെ വർഷങ്ങളുടെ പരിചയസമ്പത്തിനെ അനുസ്മരിപ്പിക്കും വിധം അവർ വേദിയിൽ നിറഞ്ഞാടുന്നു. മതിമറന്ന് നൃത്തം ചെയ്യുന്ന അവർക്കൊപ്പം സദസ്സും പൂത്തുലയുന്നു. പലരും വീടുകളിൽ ഇരുന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു വേദിയിൽ വരുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് കണ്ടാൽ നമുക്കറിയാം 2 കുട്ടിക്കാലുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യകൾ ഒരുപാട് വളർന്ന പുതിയ കാലത്തിന്റെ മൊബൈൽ ഫോണുകളിൽ ചിലർ പ്രിയപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ പകർത്തി. പുതിയ കാലത്തിന്റെ ഗതിവേഗത്തിനൊപ്പം സഞ്ചരിക്കുന്ന ചടുലമായ താളത്തിനൊപ്പം നൃത്തം ചെയ്ത അമ്മമാർ യുവതലമുറയെ അതിശയപ്പെടുത്തുകയായിരുന്നു. കൊച്ചി ഇടപ്പള്ളി ലുലുമാളിലെത്തിയവർ അവിടെ ഒഴുകിപ്പരന്ന അനൗൺസ്മെന്റിന് ചെവിയോർത്തു. ഒരു കോണിൽ തടിച്ചുകൂടിയവർക്കിടയിലേക്ക് ചട്ടയും മുണ്ടും സൺഗ്ലാസും ധരിച്ചെത്തിയ അമ്മമാരുടെ കിടിലൻ നൃത്തച്ചൂടുകൾ സമ്പന്നമായ പുതുബോർഡ് നിർമ്മിതികളെ പൊളിച്ചെഴുതുന്ന പ്രകടനം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ലുലുമാളിൻ്റെ ഹൃദയം അവർ കീഴടക്കി. വാർദ്ധക്യമെന്നത് ഒറ്റപ്പെടലിൻ്റെയും രോഗത്തിൻ്റെയും തടവറയിൽ കഴിയേണ്ട ഒന്നല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ അമ്മമാർ. മാനസികാലോസത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വയോജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഇങ്ങനെ കലാപരിപാടികളിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. റിട്ടയർമെൻറ്റ് ജീവിതം ഇങ്ങനെ സന്തോഷപ്രദമാക്കി തീർക്കുന്നു ഞാൻ. പഠനം പൂർത്തിയാക്കി മക്കൾ ജോലി തേടി വിദേശത്തേക്ക് പറക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവർ കലയുടെ ലോകത്ത് ഒത്തുചേരുന്നു. അവരുടെ സന്തോഷ നിമിഷങ്ങൾ അവിടെ പുനർജനിക്കുന്നു. ഇന്നലകളിൽ മറന്ന പുഞ്ചിരി അവരുടെ ചുണ്ടുകളിൽ വീണ്ടും പിറവിയെടുക്കുന്നു. ആ മനം നിറഞ്ഞ ചിരിയിൽ യുവത്വം നാണിച്ചു തലതാഴ്ത്തിപ്പോയാലും അത്ഭുതപ്പെടാനില്ല.